ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ബെൻഫിക്കയെ ഒരിക്കൽ കൂടി പരാജയപ്പെടുത്താൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. സാന്റിയാഗോ ബെർണാബൂവിൽ 1-2 ഗോളുകൾക്കാണ് റയൽ ബെൻഫിക്കയെ പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി അഗ്രിഗേറ്റിൽ 1-3 ഗോളുകൾക്ക് ബെൻഫിക്കയെ പരാജയപ്പെടുത്താൻ റയലിന് കഴിഞ്ഞു. വിനീഷ്യസ് ജൂനിയർ, ചുവാമെനി എന്നിവരാണ് ഗോളുകൾ നേടിയത്. ഫെഡെ വാൽവർദെ 2 അസിസ്റ്റുകൾ സ്വന്തമാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതോടുകൂടി ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ റയലിന് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകിൽ മാഞ്ചസ്റ്റർ സിറ്റി, അതല്ലെങ്കിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ്, ഈ 2 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും പ്രീ ക്വാർട്ടറിൽ റയലിന്റെ എതിരാളികളായിക്കൊണ്ട് വരിക. ഇതേക്കുറിച്ച് റയലിന്റെ പരിശീലകനോടും താരങ്ങളോടും ചോദിച്ചിരുന്നു. അവർ ഓരോരുത്തരും രേഖപ്പെടുത്തിയ പ്രതികരണം നമുക്കൊന്ന് പരിശോധിക്കാം. ചുവാമനി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ നൽകിയിരിക്കുന്നത്. ആരെ കിട്ടിയാലും ഞങ്ങൾ കളിക്കും. ഇതാണ് ചുവാമനി പറഞ്ഞത്. ഇനി ഗോൾ കീപ്പറായ കോർട്ടുവയുടെ പ്രതികരണം ഇങ്ങനെയാണ്: മാഞ്ചസ്റ്റർ സിറ്റി ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്, പക്ഷെ അത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് കോർട്ടുവ പറഞ്ഞത്. ഇനി അർബിലോവ പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരിക്കും. ഇതാണ് റയലിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സിറ്റിയെ ലഭിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് അർബിലോവയും കോർട്ടുവയും ഒക്കെ ഇപ്പോൾ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷെ ആരെ കിട്ടിയാലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ റയലിന്റെ സൂപ്പർ താരമായ ചുവാമിനി സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും നോക്കൌട്ട് ഘട്ടത്തിൽ മികച്ച പോരാട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതായത് PSG എതിരാളികളായിക്കൊണ്ട് വരിക ഒന്നുകിൽ ബാഴ്സ, അതല്ലെങ്കിൽ ചെൽസി എന്നിവരായിരിക്കും. അതുപോലെ തന്നെ ഗലാറ്റസറയുടെ എതിരാളികളായിക്കൊണ്ട് വരിക ഒന്നുകിൽ ലിവർപൂൾ, അതല്ലെങ്കിൽ ടോട്ടൻഹാം എന്നിവരായിരിക്കും. റയലിന്റെ എതിരാളികളായിക്കൊണ്ട് വരിക ഒന്നുകിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ്, അതല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരായിരിക്കും. അറ്റ്ലാന്റയുടെ എതിരാളികളായിക്കൊണ്ട് വരിക ഒന്നുകിൽ ആഴ്സണൽ, അതല്ലെങ്കിൽ ബയേൺ എന്നിവരായിരിക്കും. അതുപോലെ തന്നെ ന്യൂകാസൽ യുണൈറ്റഡിന്റെ എതിരാളികളായിക്കൊണ്ട് വരിക ഒന്നുകിൽ ചെൽസി, അതല്ലെങ്കിൽ ബാഴ്സ എന്നിവരായിരിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എതിരാളികളായിക്കൊണ്ട് വരിക ഒന്നുകിൽ ടോട്ടൻഹാം, അതല്ലെങ്കിൽ ലിവർപൂൾ എന്നിവരായിരിക്കും. അതുപോലെ തന്നെ ബോഡോ ഗ്ലിംറ്റിന് ഒന്നുകിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടേണ്ടി വരും, അതല്ലെങ്കിൽ സ്പോർട്ടിംഗ് CPയെ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ബയർ ലെവർക്യൂസന് ഒന്നുകിൽ ബയേൺ, അതല്ലെങ്കിൽ ആഴ്സണൽ എന്നിങ്ങനെയായിരിക്കും വരിക. അതായത് മികച്ച മത്സരങ്ങളാണ് പ്രീ ക്വാർട്ടറിൽ നമ്മെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.